മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ യു പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് തെറ്റുപറ്റിയെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട്. കുട്ടനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജനെതിരെ നടപടിയുണ്ടാവും. MLAയുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ സാക്ഷിമൊഴികളോ റിക്കവറിയോ ഇല്ല. കേസെടുക്കുമ്പോഴുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും അന്വേഷണ ഉദ്യോഗസ്ഥൻ പാലിച്ചിട്ടില്ലെന്നുമാണ് കണ്ടെത്തൽ. ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കേസിൽ നിന്നും കരിവിനെ ഒഴിവാക്കി. ന്യൂസ് 18 പ്രൈം. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, കഴിഞ്ഞ ദിവസം തന്നെ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ എക്സൈസ് കമ്മീഷണർ വിളിച്ചു വരുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരികയും ബാക്കി നീക്കങ്ങളും ഉണ്ടാവുന്നത്. എന്താണ് പ്രധാനമായും ഈ റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ? സജിത്ത്, ഈ കേസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം യു പ്രതിഭ MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് എക്സൈസ് മന്ത്രി MP രാജേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ ഒരു വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതിൽ MLA പ്രധാനമായി ഉന്നയിക്കുന്നത് തന്റെ മകനെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് സമ്മതിപ്പിച്ചത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണുന്നത് ഈ പ്രതിഭയുടെ മകനുമായി ബന്ധപ്പെട്ട കേസിനകത്ത് കേസിൽ 9ാം പ്രതിയാണ് കനിവ്. ഈ കനിവ് ഉൾപ്പെടെയുള്ള, അതായത് കേസിലെ 3 മുതൽ 9 വരെയുള്ള പ്രതികളിൽ നിന്നും തെളിവ് ശേഖരണം നടത്തിയിട്ടില്ല എന്നുള്ള കണ്ടെത്തൽ ആ റിപ്പോർട്ടിലുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് മെഡിക്കൽ പരിശോധന, അതായത് എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥൻ ഈ 3 പേരെ കനിവ് ഉൾപ്പെടെയുള്ള ആളുകളെ മെഡിക്കൽ പരിശോധനയ്ക്ക് ലഹരിയുമായി പിടിച്ച കേസിൽ മെഡിക്കൽ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. കാരണം മെഡിക്കൽ പരിശോധന നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ പോലും കുട്ടനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും ഇപ്പോൾ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ എക്സൈസ് ജോയിന്റ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് പൊളിറ്റിക്കൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പരിശോധനയ്ക്ക്, അതായത് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കാതിരിക്കുന്നതിന് വേണ്ടി തന്നെ എക്സൈസിലെ തന്നെ CPM ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇടപെട്ടു എന്നുള്ള ആരോപണവും ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസിനകത്ത് ഇപ്പോൾ പ്രതിഭയുടെ മകൻ കനിവിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല നടപടിയെടുത്ത ഉദ്യോഗസ്ഥന് പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അയാൾ നടപടിക്ക് വിധേയനാകേണ്ടിയും വരും. സജിത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ എക്സൈസ് കമ്മീഷണറുടെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട് അതിൽ ക്ലീൻ ചിറ്റ് നൽകുന്നുണ്ടെങ്കിൽ കൂടിയും അത് സംബന്ധിച്ച് വലിയ വിവാദം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം MLAയുടെ മകനെ സംരക്ഷിക്കുന്ന റിപ്പോർട്ട് ബോധപൂർവം ഉണ്ടാക്കി എന്ന തരത്തിലേക്ക് കൂടി ഈ ആക്ഷേപം മാറാനാണ് സാധ്യത.